യെസ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്നാം പ്രതി മാത്രമാണ് ബലാത്സംഗം ചെയ്തത് എന്ന നിരീക്ഷണത്തിലേക്കാണ് കോടതി എത്തുന്നത് എന്നാണ്. അതായത് ബലാത്സംഗം എന്ന ആ ഹീനമായ പ്രവൃത്തിയുടെ ഭാഗമായത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ്. മറ്റുള്ളവർ അതിന് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ സൗകര്യമൊരുക്കി കൊടുക്കുകയോ ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുമ്പോൾ അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം എന്ന ആ പ്രവൃത്തിയിൽ നേരിട്ട് പങ്കാളിയായത് ഒന്നാം പ്രതി മാത്രമെന്ന നിരീക്ഷണത്തിലേക്ക് എത്തുമ്പോൾ പൾസർ സുനിക്ക് മാത്രമാണ് ബലാത്സംഗം എന്നത് പരമാവധി ശിക്ഷ ലഭിക്കുന്ന ആ കുറ്റം അത് സംബന്ധിച്ച ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ പങ്കാളികളായി എന്നതുകൊണ്ട് തന്നെ മറ്റു പ്രതികൾക്കും ശിക്ഷ ലഭിക്കും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. വളരെ കൃത്യമായ ഒരു ഉത്തരവിലേക്ക് കോടതി പോകുന്നു എന്ന് വേണമോ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്തു എന്ന് കോടതി വിലയിരുത്തുന്ന സാഹചര്യമാണ്. അതായത് പൾസർ സുനി, ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ അത് പരിഗണിക്കണം എന്ന് കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന നിഗമനങ്ങൾ. അതായത് ആജ്ഞ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്തു എന്നത് കൃത്യമായി വിലയിരുത്തപ്പെടുന്നു. അതായത് പൾസർ സുനി ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അഭിലാഷ്, ജഡ്ജ് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനി മാത്രമാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. മറ്റു പ്രതികൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. പക്ഷേ മറ്റു പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റം കൂടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസുകൾക്കും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. ആ പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്നത്. മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഇതും പരിഗണിക്കണമെന്നും ജഡ്ജ് പറയുന്നുണ്ട്. അതായത് മറ്റു പ്രതികൾ ഈ ബാക്കിയുള്ള 5 പേർ ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. പൾസർ സുനി മാത്രമാണ് നടിയെ ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ശിക്ഷ പരിഗണിക്കുമ്പോൾ ഇതുകൂടി നേരിട്ട് പരിഗണിക്കണം, മറ്റു പ്രതികളുടെ കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് ജഡ്ജ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ 6 പേരുടെയും ഭാഗം കോടതി ഇതിനകം കേട്ടുകഴിഞ്ഞു. ഈ 6 പേരും കുടുംബ പശ്ചാത്തലവും കുടുംബ സാഹചര്യവും ഒക്കെ തന്നെയാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ജഡ്ജ് ഒന്നാം പ്രതി പൾസർ സുനി മാത്രമാണ് ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തത്, മറ്റുള്ളവരൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. അതുമാത്രമല്ല, പൾസർ സുനിക്ക് ഈ ബലാത്സംഗം ചെയ്യുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ജഡ്ജ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഈ കാര്യം കൂടി പരിഗണിക്കണമെന്നും ജഡ്ജ് നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും 6 പ്രതികളും കോടതിയിൽ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പൾസർ സുനി വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. രണ്ടാം പ്രതി മാർട്ടിൻ കോടതി മുറിയിൽ പൊട്ടിക്കരയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. താൻ ഇതുവരെയും മറ്റൊരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടില്ല. 5.5 വർഷം ഒരു കുറ്റവും ചെയ്യാതെയാണ് ജയിൽവാസം അനുഭവിച്ചത്. രോഗികളായ മാതാപിതാക്കളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞത്. മൂന്നാം പ്രതി മണികണ്ഠൻ മറ്റു പ്രതികളുമായി ഒന്നും ഗൂഢാലോചന നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ തനിക്കിതിൽ പങ്ക് ഇല്ല, മനസ്സറിഞ്ഞ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഭാര്യയും 2 മക്കളുമാണുള്ളത്, താൻ മാത്രമാണ് കുടുംബത്തോട് ആശ്രയം, തന്നോടും കുടുംബത്തോടും കോടതിക്ക് കനിവുണ്ടാകണമെന്നാണ് ആവശ്യം ഉന്നയിച്ചത്. 4ാം പ്രതി വിജീഷ് കണ്ണൂരിലേക്ക് തന്റെ വീട് കണ്ണൂരാണ്, തലശ്ശേരിയാണ്, അതുകൊണ്ട് തന്നെ കണ്ണൂർ ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത്. 5ാം പ്രതി സലീം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഭാര്യയും 1 വയസ്സുമുള്ള കുട്ടിയുമുണ്ട് എന്നിങ്ങനെയാണ് ആവശ്യം ഉന്നയിച്ചത്. അതുമാത്രമല്ല, 1ാം പ്രതി മാത്രമാണ് ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തത് ജഡ്ജി പറഞ്ഞു എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ. മറ്റു പ്രതികളുടെ ശിക്ഷയും വിധിക്കുമ്പോൾ ഇക്കാര്യം കൂടി പരിഗണിക്കണമെന്ന് കോടതിയിൽ ജഡ്ജ് ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷനും ജഡ്ജും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംശയങ്ങൾ തന്നെയാണ് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അന്തിമ വിധി പ്രഖ്യാപിക്കുമ്പോൾ സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള വിധി പ്രഖ്യാപിക്കണം, 6 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന വാദം പ്രോസിക്യൂട്ടർ ഉന്നയിക്കുമ്പോൾ അവിടെ ജഡ്ജി ഡേറ്റകളുടെയും അതോടൊപ്പം തന്നെ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ, പ്രിയപ്രേക്ഷകരെ, നമ്മൾ ആവർത്തിച്ചു പറയുന്നു, കോടതിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കുറ്റകൃത്യവും ചെയ്തത് ആരൊക്കെ എന്നതും അതിനനുസരിച്ചുള്ള വകുപ്പുകൾ ആർക്കൊക്കെ നിലനിൽക്കും എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ കുറ്റകൃത്യത്തിൽ 6 പേർ ഭാഗഭാക്കാകുമ്പോൾ പോലും ഈ പെൺകുട്ടിയെ, അതായത് ഇരയെ, അതിജീവിതയെ ബലാത്സംഗം ചെയ്തത്
പൾസർ സുനി മാത്രം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് പൾസർ സുനി ബലാത്സംഗം ചെയ്യുകയും മറ്റൊരാൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്നത്. ഇതിൽ അറിയേണ്ടത് മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് അടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വിധി പറയുന്നത്. അതോടൊപ്പം ഇരയായിട്ടുള്ള നടിയുടെ മൊഴി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മൊഴി കൂടി പരിഗണിച്ചുകൊണ്ട് ആ മൊഴിയെ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിപ്പെടാൻ സാധിക്കുമ്പോൾ ആ ഡേറ്റകളും ആ തെളിവുകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിധി പ്രസ്താവം മാത്രമാണ് കോടതിക്ക് പറയാൻ സാധിക്കുക എന്ന് തന്നെയാണ് ജഡ്ജി പറഞ്ഞത്. വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയുന്നു, ഈ കുറ്റകൃത്യത്തിൽ പൾസർ സുനി, അതായത് ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമാണ് എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അങ്ങനെയെങ്കിൽ മറ്റു പ്രതികൾക്ക് ഈ ശിക്ഷ നിലനിൽക്കുമോ, ഈ വകുപ്പ് നിലനിൽക്കുമോ എന്ന സംശയം കോടതിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ബലാത്സംഗത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അവിടെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ആധികാരികമായി നമുക്ക് പറയേണ്ടത്, ഗൂഢാലോചനയുടെ ഭാഗമായി 6 പേർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ പോലും ഈ പ്രതികൾക്കെല്ലാം വേണ്ടി വ്യത്യസ്തരായ അഭിഭാഷകരാണ് വാദങ്ങൾ ഉന്നയിച്ചത്. അതായത് ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറയുന്നത് തനിക്കറിയില്ലായിരുന്നു, ഇതൊരു ബലാത്സംഗ കൊട്ടേഷൻ ആയിരുന്നു എന്ന് തനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നു. ഗൂഢാലോചനയിൽ താൻ ഭാഗമായിരുന്നില്ല എന്ന് പറയുന്നു. താൻ വാഹനം ഓടിച്ചു എന്നത് കോടതിക്കും അല്ലെങ്കിൽ മാർട്ടിനും നിഷേധിക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ ബലാത്സംഗം പോലെയുള്ള ഒരു ക്രൂര കൃത്യമാണ് ചെയ്യുന്നതെന്നോ ഇങ്ങനെയാണ് പദ്ധതിയെന്നോ പൾസർ സുനിയുമായി കൂടിയാലോചന നടത്തുന്നതിൽ തനിക്ക് പങ്കില്ല എന്ന് പറയുമ്പോൾ കോടതിക്ക് ആ വാദമുഖങ്ങൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അത്തരം വാദമുഖങ്ങളെയാണ് അന്വേഷണ സംഘം ഖണ്ഡിക്കേണ്ടതായി വരുന്നത്. കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ 6 പേരും ഈ പ്രവൃത്തിയുടെ ഭാഗമായത്. അതിനപ്പുറത്ത് പ്രതികളിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ, ഇത് പൾസർ സുനി മാത്രം പ്ലാൻ ചെയ്ത് മറ്റുള്ളവരെ ഇതിന്റെ ഭാഗമാക്കി അവർക്ക് കൃത്യമായി സൂചനകൾ നൽകാതിരുന്നതാണോ?